പവനതനയചേത പങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃതശരചാപം നൗമി വില്വാദ്രിനാഥം. നാന്യാസ്പൃഹാ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ച ഭവാനഖിലാന്തരാത്മാ. ഭക്തിം പ്രയച്ഛ രഘുപുങ്കവദംബരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം മേ. രാമകഥാമൃതത്തിന്റെ 28ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഭീഷണൻ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവണ സഭയിലേക്കെത്തിയ ഹനുമാനെ വധിക്കുന്നതിൽ നിന്ന് രാവണനെ വിഭീഷണൻ വിലക്കിയപ്പോൾ രാവണൻ പറയുന്നു, ദുഷ്ടന്മാർക്ക് മരണശിക്ഷ വിധിക്കുന്നതിൽ തെറ്റില്ല. പാപകൃത്യങ്ങൾ ചെയ്തവനായ ഈ വാനരനെ കൊല്ലാൻ പോകുന്നു. ആ സമയത്ത് വീണ്ടും വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്, ഹേ ലങ്കേശ്വര, കോപം ശമിച്ച് ധർമാധർമ്മ വിചാരം ചെയ്താലും എവിടെയും എല്ലാ കാലങ്ങളിലും ദൂതന്മാർ വധാർഹരല്ലെന്നാണ് സജ്ജനമതം. ഇവൻ ഘോരനായ ശത്രു തന്നെ. ഇവൻ നിമിത്തം അനേകം നാശങ്ങളും സംഭവിച്ചു. ദൂതന്റെ അകൃത്യങ്ങൾക്ക് പലതരത്തിലുള്ള ശിക്ഷകളും ധർമ്മജ്ഞന്മാർ വിധിച്ചിട്ടുണ്ട്. വധശിക്ഷ മാത്രം കേട്ടറിവ് പോലുമില്ല. ഇതൊക്കെ അങ്ങേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പെട്ടെന്നുണ്ടായ കോപത്താൽ തൽക്കാലം മറന്നു എന്ന് മാത്രം. അതൊന്ന് അനുസ്മരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവനെ ഇപ്പോൾ വധിക്കുന്നത് അങ്ങയുടെ ശ്രേയസ്സിന് ചേർന്നതല്ല. അതിനാൽ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആ 2 രാജകുമാരന്മാരെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് ശത്രുവിന്റെ വിഷയത്തിൽ അവിടുത്തെ പ്രഭാവത്തെ നിലനിർത്തുവാൻ അവിടുത്തെ സേനയുടെ ഒരു ഭാഗത്തോട് ചേർന്ന് ചിലർ ഇപ്പോൾ തന്നെ യുദ്ധത്തിന് പുറപ്പെടട്ടെ. എഴുത്തച്ഛന്റെ വരികളിലൂടെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തൂർലവന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയമിവിടെ വിരകൊടു കൊന്നിടിനാലെങ്കിലേ അങ്ങറിയുന്നിതു രാഘവൻ. അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃഗോചിതം. ഇതി സദസി ദശവദന സഹജ വചനേന താനെങ്കിലതങ്ങനെ ചെയ്കന്നു ചൊല്ലിനാൻ. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം. വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടുതി വസനേന വാൽ വേഷ്ടിച്ചു വഞ്ചി കൊളുത്തി പുരത്തിനെല്ലാടവും. രജനിചര പരിവൃഢനോട് എടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്തിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകരിവനറിക നിസ്തേജനെന്നു തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. വിഭീഷണന്റെ നിർദ്ദേശം കേട്ടപ്പോൾ രാവണൻ ഒന്ന് അടങ്ങി. വിഭീഷണന്റെ ഉത്തമമായ വാക്യത്തെ സമ്മതിക്കുക തന്നെ എന്ന് മനസ്സിൽ തീരുമാനിച്ചു. അതിനുശേഷം വിഭീഷണനോട് പറഞ്ഞു, നിന്നാൽ പറയപ്പെട്ടത് ശരിയാണ്. ദൂതവധം നിഷിദ്ധം തന്നെയാകുന്നു. എങ്കിലും ഇവന് പകരം തക്കതായ ഒരു ശിക്ഷ നൽകുകയും വേണം.
കുരങ്ങന്മാർക്ക് വാലാണ് പ്രധാനം. അതുകൊണ്ട് ഇവന്റെ വാലിൽ തീ കൊളുത്തി വിടും. അങ്ങനെ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി ലങ്ക മുഴുവനും ഹനുമാൻ വെണ്ണീറാക്കി. എന്നാൽ വർജയിത്വ മഹാതേജ വിഭീഷണ ഗൃഹം പ്രതി, ആ വിഭീഷണന്റെ മാളിക മാത്രം ഹനുമാൻ ദഹിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. വിഭീഷണനെ നാം പിന്നെ കാണുന്നത് ശ്രീരാമനും വാനര സൈന്യവും ലങ്കയിൽ പ്രവേശിക്കുവാനായി വടക്കേക്കരയിൽ പാളയമടിച്ച് സേതുബന്ധനം മുതലായവ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലങ്കയിൽ രാവണൻ വിളിച്ചു കൂട്ടിയതായ വാർ കൗൺസിൽ യോഗം ചേർന്നിട്ടുള്ള രംഗത്തിലാണ്. ഭാവി കർത്തവ്യങ്ങളെ കുറിച്ച് രാവണൻ മന്ത്രിസത്തമന്മാരോടും സേനാനായകന്മാരോടും ബന്ധുമിത്രാദികളോടും കൂടി നടത്തിയ മന്ത്രിസഭയിൽ വെച്ച് എല്ലാ രാക്ഷസ പ്രധാനന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും രാവണനെ സന്തോഷിക്കുന്നതിന് വേണ്ടി മുഖസ്തുതികളെ കൊണ്ടും ആത്മപ്രശംസകളെ കൊണ്ടും അസത്യ ജൽപ്പനങ്ങളെ കൊണ്ടും ഒക്കെ അവിടെ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തി. ഇപ്പൊ തന്നെ പോയി ആ സുഗ്രീവനെയും ഹനുമാനെയും അതുപോലെ മറ്റുള്ള വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും നമുക്ക് വധിക്കാം എന്നൊക്കെ അവിടെ രാവണനോട് ഉണർത്തിച്ചു. ഈ സമയത്ത് വിഭീഷണൻ വീണ്ടും ജ്യേഷ്ഠന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് പറയുകയാണ്, ജ്യേഷ്ഠ, യാതൊരു കാര്യസിദ്ധി സാമം ദാനം ഭേദമെന്ന 3 ഉപായങ്ങളെ കൊണ്ടും നേടുവാൻ സാധ്യമാകാതിരിക്കുന്നുവോ അതിനു മാത്രമേ ദണ്ഡോപായ നിയമങ്ങളെ ഉപയോഗപ്പെടുത്താവൂ എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ജാഗ്രതയില്ലാതെ പ്രവർത്തിക്കുന്നവര് ദൗർഭാഗ്യവന്മാരായിരിക്കുന്ന ഉത്സാഹികൾ എന്നീ 2 കൂട്ടരുടെ സംഗതിയിലാണ് വിധിപ്രകാരം പരീക്ഷിച്ചറിഞ്ഞ ദണ്ഡോപായ കൃത്യങ്ങൾ ഫലിക്കുക. അതുകൊണ്ട് അതിജാഗ്രത, ജയപ്രാപ്തിയിൽ ശ്രദ്ധ, ദൈവാനുഗ്രഹം ഇവയെല്ലാം ഉള്ളവനും കോപത്തെ ജയിച്ചവനും അടക്കപ്പെടുവാൻ വയ്യാത്തവനുമായ അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് എതിർക്കാൻ സാധിക്കും? ആർക്കും സാധിക്കാതെ സമുദ്ര ലംഘനവും നാമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിർവഹിച്ച ലങ്കാനാശനം ചെയ്ത ഹനുമാന്റെ കൃത്യത്തെക്കുറിച്ച് എന്താണ് അങ്ങ് ചിന്തിക്കുന്നത്? രാക്ഷസ സൈന്യങ്ങളെ പെട്ടെന്ന് കഥയില്ലാതെ വല്ലതും നിങ്ങൾ പ്രവർത്തിച്ചേക്കരുത്. ശ്രീരാമന്റെ ധർമ്മപത്നിയെ ജനസ്ഥാനത്ത് നിന്ന് അപഹരിച്ച രാക്ഷേശ്വരന് ശ്രീരാമൻ അതിനു മുമ്പ് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? അവശ്യം പ്രാണിനാം പ്രാണ രക്ഷിതവ്യ യഥാബലം, പ്രാണികളുടെ പ്രാണങ്ങൾ അതാതിന്റെ ശക്തിക്കനുസരിച്ച പോലെ നിശ്ചയമായും രക്ഷിക്കപ്പെടേണ്ടതാണ്. അന്യന്റെ ഭാര്യയെ കട്ടു എന്നത് അകീർത്തികരവും ആയുസ്സിനെ കുറയ്ക്കുന്നതും പുരുഷാർത്ഥങ്ങളെ നശിപ്പിക്കുന്നതും സർവപാപ കാരണമായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അപഹരിക്കപ്പെട്ടതിനെ മടക്കി കൊടുക്കുകയാണ് ധർമ്മം. അയോഗ്യമായ ചതിപ്രവർത്തിയാൽ ഒടുവിൽ ഒന്നും നേടാൻ പോകുന്നില്ല. വാനര സൈന്യം ലങ്കയെ വളയുന്നതിന് മുമ്പായി അത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ലങ്കയ്ക്കും നമുക്കൊക്കെയും നാശമാണ് ഗതി. ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഭക്തി ആദര പുരസ്സരം സ്നേഹസമ്പന്നനായ അനുജൻ വിനയാന്വിതനായി പ്രാർത്ഥിക്കുകയാണ്. മൈഥിലിയെ ശ്രീരാമന് മടക്കിക്കൊടുത്ത് ലങ്കയെയും വംശത്തെയും ആത്മാവിനെയും രക്ഷിച്ചാലും. പക്ഷെ വിഭീഷണന്റെ ഈ പ്രസംഗത്തിന് രാവണൻ യാതൊരു മറുപടിയും പറയാതെ തന്നെ സഭ പിരിച്ചുവിടുകയും അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. പിന്നീട് വീണ്ടും രാവണന്റെ അടുത്തേക്ക് വിഭീഷണൻ ചെന്ന് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്ന സമയത്ത്, നീ എന്റെ മുമ്പിലേക്ക് വരണ്ട, എനിക്ക് നിന്നെ കാണേണ്ട എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് രാവണൻ ചെയ്യുന്നത്. ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും വിഭീഷണൻ ആ രാവണന്റെയും അതുപോലെ രാക്ഷസ സഭയുടെയും ഒക്കെ കാര്യങ്ങളെ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം രാവണന്റെ ശകാരവാക്കുകൾ കേട്ട് നീ കുലം കെടുത്തുന്നവനാണ് തുടങ്ങിയിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള വാക്കുകൾ കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. ആ പോകുന്ന സമയത്ത് വിഭീഷണൻ പറയുന്നത്, ജ്യേഷ്ഠ, അങ്ങ് ചക്രവർത്തിയാണ്, എനിക്ക് ജ്യേഷ്ഠനാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടം പോലെ എന്നെ എന്തും പറയാം. ജ്യേഷ്ഠൻ പിതൃതുല്യനാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ ഹൃദയം പിളർക്കുന്ന വാക്കുകൾക്ക് ഞാൻ മറിച്ചൊന്നും പറയുന്നില്ല. കാലന്റെ കയ്യിൽ കുടുങ്ങിയവരായ അഹങ്കാരികൾ
ക്ഷേമകാംക്ഷികൾ നൽകുന്ന ധർമ്മോപദേശം ചെവിക്കൊള്ളാറില്ല. സേവയ്ക്ക് പറയുന്നവർ അതിധാരാളമാണ്, കാര്യം പറയുന്നവർ സുദുർലഭം. അവരെ ശ്രദ്ധിക്കുന്നവർ അതിലും ദുർലഭം. തീ പിടിപ്പെട്ട് കത്തുന്ന ഒരു വീടിനെ എന്ന പോലെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ടുമാറുകയില്ല. വിഭീഷണൻ തുടക്കം മുതൽക്ക് തന്നെ രാവണന്റെ സീതാപകരണ കാര്യത്തിൽ മുമ്പ് മറ്റു പല അക്രമ പ്രവർത്തികളിലും എന്ന പോലെ തുടർന്ന് പ്രതിഷേധം പ്രവർത്തിക്കുക മാത്രമല്ല, തന്നാൽ കഴിയുന്നത് പരിഹരിച്ചു പോരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇവിടെ സീതയുടെ കാര്യത്തില് വിഭീഷണൻ തികച്ചും പ്രത്യക്ഷമായും രാവണന്റെ പക്ഷത്തായിരുന്നില്ല. എന്നാൽ അഭിപ്രായം പറയുവാനും നിരസിക്കപ്പെടുവാനുമല്ലാതെ വിഭീഷണനെ ഒന്നും കഴിഞ്ഞിരുന്നില്ല. സീതാദേവി ഹനുമാനോട് വിഭീഷണനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിഭീഷണേന ച ഭ്രാത്ര മമ നിര്യാതനം പ്രതി അനുനീത പ്രയത്നേന നജതത് കുരുതേ മതി. സഹോദരനായ വിഭീഷണനാൽ എന്നെ തിരികെ കൊടുക്കുന്നതിനെ കുറിച്ച് തന്നാൽ കഴിയുന്നതും വളരെ നല്ല വാക്കുകളാൽ അപേക്ഷിക്കപ്പെട്ടു. എന്നിട്ടും അതിനെ രാവണൻ നല്ലതെന്ന് കരുതിയിട്ടില്ല. അങ്ങനെ വിഭീഷണൻ രാവണനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, വിഭീഷണ കുടുംബം തന്നെയും സീതയുടെ പക്ഷത്തിലായിരുന്നു. സീത വീണ്ടും പറയുന്നു, വിഭീഷണന്റെ മൂത്ത മകളായിട്ടുള്ള നിരനല, അതുപോലെ ത്രിജട, ഇവരൊക്കെ എനിക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഭീഷണന്റെ ശരണാഗതി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഘട്ടമാണ്. ഭാരതീയ ഭക്തിശാസ്ത്രത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥിതിയാണ് ശരണാഗതി. അതിൻ്റെ ഉത്തമ ഉദാഹരണമായി വിഭീഷണൻ ശ്രീരാമനെ ആശ്രയിച്ചിരിക്കുന്നു. രാവണന്റെ മന്ത്രാലോചന സഭയിൽ നിന്നിറങ്ങിയ വിഭീഷണൻ പിന്നെ തിരിഞ്ഞു നോക്കാതെ, സ്വഗൃഹത്തിൽ പോലും കിടക്കാതെ, സ്വകുടുംബങ്ങളുടെ ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ 4 സഖാക്കളോടുകൂടി നേരെ ശ്രീരാമസന്നിധിയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. സമുദ്രത്തിന്റെ വടക്കേക്കരയിൽ പാളയമടിച്ചു കൂടിയിരിക്കുന്ന രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവാദികളുടെയും മധ്യത്തിൽ നിർഭയവും നിസങ്കോചം ചെന്നുചേർന്ന രാക്ഷസ ശ്രേഷ്ഠനും രാവണ അനുജനുമായ വിഭീഷണന്റെ അപ്പോഴത്തെ മനസ്ഥിതിയെക്കുറിച്ച് മനനം ചെയ്യേണ്ടതാകുന്നു. വിഭീഷണന്റെ വരവിനെ കുറിച്ച് കാളിദാസൻ പറയുന്നത് ഇപ്രകാരമാണ്: നിവിഷ്ടമുദധേ കുലേ തം പ്രമേദേ വിഭീഷണ സ്നേഹാദ് രാക്ഷസലക്ഷ്മിയേവ ബുദ്ധിമാവിശ്യ ചോദിത. സമുദ്രതീരത്തെത്തി താവളമടിച്ച ശ്രീരാമനെ രാക്ഷസലക്ഷ്മിയാൽ ബുദ്ധിയിൽ സ്നേഹപൂർവം കടന്ന് പ്രേരിപ്പിക്കപ്പെട്ടിട്ടെന്ന പോലെ വിഭീഷണൻ ശരണം പ്രാപിച്ചു. വിഭീഷണന്റെ ആ പ്രവൃത്തിയെയാണ് ശരണാഗതി എന്ന് പറഞ്ഞു വരുന്നത്. അനുകൂല ഭാവത്തെ സ്വീകരിക്കുക, വിരുദ്ധ ഭാവത്തെ കളയുക, രക്ഷിക്കാതിരിക്കുകയില്ലെന്ന് വിശ്വസിക്കുക, രക്ഷകനായി വരിക്കുക, തന്നെയും തന്റെ സകലത്തെയും സമർപ്പിക്കുക, അത്യന്തം കഷ്ടാവസ്ഥയിലായിരിക്കുക എന്നിങ്ങനെ 6 അംഗങ്ങളോട് കൂടിയതാകുന്നു ശരണാഗതി. ഈ അംഗങ്ങളുടെ എല്ലാം യഥാക്രമമായ രൂപങ്ങൾ വിഭീഷണന്റെ പെരുമാറ്റത്തിൽ സ്പഷ്ടമായി നമുക്ക് കാണാവുന്നതാണ്. രക്ഷകനായി വരിച്ചു, തന്നെ അങ്ങ് സമർപ്പിക്കുക എന്ന ഒടുവിലത്തെ 2 അവസ്ഥ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതാണ് ഒടുവിൽ സംഭവിച്ചത്. അങ്ങനെ രാമായണത്തിൽ രാവണ കഥകൾ പറയുന്ന സ്ഥലത്ത് ഉത്തമ പുരുഷന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ആ വിഭീഷണൻ അവിടെ വിരാജിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം തിരിച്ചു പോകുന്ന വിഭീഷണനോട് രാമൻ പറയുന്നത്: ലങ്കാം പ്രസാധിധർമ്മേണ ധർമ്മജ്ഞസ്ത്വം മതോമമ പുരസ്യ രാക്ഷസാനാം ച ഭ്രാതോ വൈശ്രവണസ്യ ച. ഭവാൻ ധർമ്മജ്ഞനാണ്, എനിക്കും എല്ലാവർക്കും ഭ്രാതാവായ കുബേരനും ആദരണീയനാണ്. ധർമാനുസൃതമായി ലങ്കയെ ഭരിച്ചാലും ഏത് കഷ്ടാവസ്ഥയിലും അധർമ്മത്തിൽ നിന്ന് ബുദ്ധി ചെല്ലാതിരിക്കട്ടെ. അങ്ങനെ ഇന്നും രാമ വചനമനുസരിച്ച് വിഭീഷണൻ ചിരഞ്ജീവികളിൽ ഒരാളായി ലങ്കാധിപനായും ശ്രീരാമഭക്തനായും വിജയിക്കുന്നു എന്നാണ് വിശ്വാസം. രാമകഥാമൃതത്തിലൂടെ നാളെ ബാക്കി ചിന്തകളുമായി നമുക്ക് കാണാം.
എല്ലാവർക്കും നമസ്കാരം.